ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോടാ നമ്മുടെ ഓണപ്പരീക്ഷയ്ക്ക് മലയാളം സെക്ഷനിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയൊരു ക്ലാസ് ആട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് ഒന്ന് കാണുക. നിങ്ങൾ എക്സാം ഹാളിൽ പോകുമ്പോൾ കാണാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളെ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങ് പരിചയപ്പെടാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പോകുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക്. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, കവി ഇങ്ങനെ പറയുന്നത് ആരെക്കുറിച്ചാണ്? ഗൽബിലെ നിലാവെന്ന് പറയുന്ന കെ.ടി. മുഹമ്മദിൻ്റെ ഗാനത്തിലെ വരികളാണല്ലേ. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കിറങ്കുള്ളോളെ, ഇങ്ങനെയാണ് ആ പാട്ട്, ആ ഗാനം തുടങ്ങുന്നത്. ഇപ്പോൾ ചോദ്യം ഇതാണ്, വൺ വേർഡിൻ്റെ ചോദ്യമാണ്, 1 മാർക്കിൻ്റെ ചോദ്യമാണ്. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, കവി ഇങ്ങനെ പറയുന്നത് ആരെക്കുറിച്ചാണ്? കവി ആരെക്കുറിച്ചാണ്? അല്ലെങ്കിൽ നമ്മുടെ നായകൻ ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്? നോക്കാം നമുക്ക്. വണ്ടുകളെ കുറിച്ചാണോ, നിലാവിനെ കുറിച്ചാണോ, നായികയെ കുറിച്ചാണോ, പഞ്ചവർണ്ണ കിളിയെ കുറിച്ചാണോ? ആരെക്കുറിച്ചാണ് നായകൻ ഇത്തരത്തിൽ പൂങ്കാവനത്തോടെ ഉപമിക്കുന്നത്? മറ്റാരെക്കുറിച്ചുമല്ല, നായികയെക്കുറിച്ച് ഇത്തരത്തിൽ 1 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കാം, 1 വേർഡായി. ഓക്കെ, നായികയെ കുറിച്ചാണ് നായകൻ പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, അടുപ്പത്തെ പണി ഒരു കടലാഫീസേ അല്ലേ? അടുപ്പത്തെ പണി ഒരു കടലാഫീസേ എന്ന് പറയുന്നില്ലടാ. ആരാണ്? ഉമ്മ, നമ്മുടെ ഹാഫിസിൻ്റെ ഉമ്മ നമ്മുടെ ഫിസയോട് പറയുന്ന ഡയലോഗാണിത്. അടുപ്പത്തെ പണി ഒരു കടലാഫീസേ എന്ന് പറയുന്നു. ഈ വാക്യത്തിൻ്റെ ആശയത്തിന് യോജിച്ച പ്രസ്താവന എന്താണ്? അല്ലെ, എന്തുകൊണ്ടാണ് ഉമ്മ ഇങ്ങനെ പറഞ്ഞത്? അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞ വാക്കിൻ്റെ ആശയത്തോട് ചോദിച്ച പ്രസ്താവന എന്താണ്? ഇത്തരത്തിൽ പ്രസ്താവനപരമായ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അടുക്കള ജോലി ഒരിക്കലും അവസാനിക്കാത്തതാണ്. അടുക്കള ജോലി ആസ്വാദ്യമാണ്. അടുക്കള ജോലി വളരെ നിസ്സാരമാണ്. അടുക്കള ജോലി കഠിനമാണ്. എന്താണ് മക്കളെ ഇതിൻ്റെ ഒരു പ്രസ്താവന വരുന്നത്? അടുപ്പത്തെ പണി ഒരു കടലാഫിസേ എന്ന് പറഞ്ഞത് എന്താണ്? ഓപ്ഷൻ എ ആണല്ലേ. അടുക്കള ജോലി ഒരിക്കലും അവസാനിക്കാത്തതാണ്. കടലിൻ്റെ അവസാനം നിങ്ങൾ കണ്ടിട്ടുണ്ടാ അല്ലേ? കടാലിൻ്റെ മക്കൾ പറയുന്ന പോലെ കടാലിൻ്റെ അവസാനം നിങ്ങൾ കണ്ടിട്ടുണ്ടാ? ഇല്ലല്ലോ. കടലിൻ്റെ അവസാനം ഏതാണ്, തുടക്കം ഏതാണ് ഒന്നും നമുക്കറിയില്ല. അതേപോലെയാണ് അടുപ്പത്തെ പണി അല്ലേ, അടുക്കളയിലെ പണി ഒരു കടലാണ് ഫിസയെന്ന് ഉമ്മ ഫിസയെ വിമർശിക്കുമ്പോൾ ഉമ്മ പറഞ്ഞ വാക്കിൻ്റെ പിറകിലെ പ്രസ്താവന ധ്വനി എന്ന് പറയുന്നത് അടുക്കള പണി, അടുപ്പത്തെ പണി ഒരിക്കലും അവസാനിക്കാത്തതാണ് എന്നാണ്. അടുത്ത ചോദ്യം ഇതാ, ആയിടെ ഒരിക്കൽ ഉമ്മയതങ്ങ് നേരിട്ട് പറയുകയും ചെയ്തു, അടുപ്പത്തെ പണി പഠിക്കാണ്ട് പറ്റൂല ഫിസേ. ചിത്രകാരിയിലെ വാക്കാണ്. കഥാസന്ദർഭം സ്ത്രീ ജീവിതങ്ങളെക്കുറിച്ച് നൽകുന്ന സൂചനകൾ എന്തെല്ലാം? വിശകലനം ചെയ്യുക മക്കളെ. വിശകലനക്കുറിപ്പ് അല്ലേ, വിശകലനക്കുറിപ്പ് ചോദ്യം പ്രതീക്ഷിക്കാം. എന്താണ് ചോദ്യം? ആയിടെ ഉമ്മയതങ്ങ് പറയുകയും ചെയ്തു, അടുപ്പത്തെ പണി പഠിക്കാണ്ട് പറ്റൂല ഫിസേ കേട്ടാ എന്ന് പറഞ്ഞു അല്ലേ. ഫിസ എന്ന് പറയുന്ന ചിത്രം വരയ്ക്കാൻ അതുല്യമായ കഴിവുള്ള തൻ്റെ മകൻ്റെ ഭാര്യയുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാതെ അടുക്കള പണിയിലേക്ക് ഒതുക്കാൻ ശ്രമിക്കുന്ന സാധാരണ സ്ത്രീകളുടെ പ്രതീകമായി മാറുന്നു ഇവിടെ ഹാഫിസിൻ്റെ ഉമ്മ. ഇപ്പോൾ ചോദ്യം ഇതാണ്, കഥാസന്ദർഭം സ്ത്രീ ജീവിതങ്ങളെക്കുറിച്ച് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ് ഇവിടെ എന്നാണ് ചോദ്യം. നോക്കാം. മലയാളത്തിലെ പ്രിയ എഴുത്തുകാരി ഷാഹിന ഇ.കെ. എഴുതിയ കഥയാണ് ചിത്രകാരി അല്ലേ. ഷാഹിന ഇ.കെയുടെ കഥയാണ് ഇത് മക്കളെ, ചിത്രകാരി. അങ്ങനെ വേണം തുടങ്ങാൻ. ഇത് ചോദ്യം എഴുതുമ്പോൾ എഴുത്തുകാരിയെയും കഥാഭാഗത്തെയും ആദ്യം പറഞ്ഞുകൊണ്ട് വേണം മക്കളെ എന്ന് തുടങ്ങാൻ, നമ്മുടെ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം തുടങ്ങാൻ. കുറിപ്പോ ആസ്വാദനക്കുറിപ്പോ ഉപന്യാസമോ വിശകലനക്കുറിപ്പോ വ്യക്തമാക്കലോ എന്തായിക്കോട്ടെ, എഴുത്തുകാരിയെയും എഴുത്തുകാരനെയും ആ പാഠഭാഗത്തിൻ്റെ പേരും എഴുതി തുടങ്ങി വേണം നിങ്ങൾ ഉത്തരം ആരംഭിക്കാൻ. സ്ത്രീ ജീവിതത്തിൻ്റെ നേർചിത്രമാണ് ഈ കഥ. സ്ത്രീകൾ ഭർത്താവിൻ്റെ വീട്ടിൽ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കങ്ങളും ചൂഷണങ്ങളും പീഡനങ്ങളും കഥയിൽ വ്യക്തമാണ് അല്ലേ. മക്കളെ, നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക, സമകാലികമായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കൂടി മെൻഷൻ ചെയ്യാൻ മറക്കരുത് അല്ലേ. ഗൾഫിൽ ഓർമ്മയില്ലേ, ദുബായിൽ ഇതിൻ്റെ ഇടയ്ക്കൊരു പെൺകുട്ടി ആത്മഹത്യ, ഞാൻ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്കറിയാം, നിങ്ങൾ വായിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി, ഒരു പാവം ചേച്ചി അല്ലേ, ആത്മഹത്യ ചെയ്തു. എന്തിനാണ്? ഭർത്താവിൻ്റെ പീഡനം സഹിക്കാൻ പറ്റാതെ, വീട്ടുകാരോട് പോലും പറയാൻ പറ്റാതെ, എല്ലാം മനസ്സിലൊതുക്കി മരിച്ചുപോയ സ്ത്രീകൾ മരിച്ചുപോയ നാട്ടിലാണ് ഞാനും നിങ്ങളുമൊക്കെ അഭിമാനത്തോടു കൂടി ജീവിക്കുന്നതെന്ന കാര്യം ഓർക്കുമ്പോൾ അപമാനമാണ് തോന്നുന്നത് അല്ലടാ. സ്ത്രീധനത്തിൻ്റെ പേരിൽ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നു, ഭർത്താവിൻ്റെ പീഡനം മൂലം സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നു, സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞ് അപകർഷതാബോധം
കുറ്റബോധം സ്ത്രീകളിൽ ഉളവാക്കി അവളെ ആത്മഹത്യയിലേക്ക് വഴിപിഴിച്ചു വിടുന്ന പുരുഷാധികാരമുള്ള സമൂഹം. ഇത്തരത്തിലുള്ള സമൂഹത്തിലെ കാര്യങ്ങളൊക്കെ അല്ലെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ എന്ത് വേണം, നിങ്ങളുടെ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ പേപ്പറിൽ എഴുതാൻ മറക്കരുതേ മുത്തുമണികളെ. ഇവിടെ അടുപ്പത്തെ പണി പഠിക്കാണ്ട് പറ്റൂല ഫിസേ എന്ന് പറയുന്നതിലൂടെ സ്ത്രീ ജീവിതത്തെ അടുക്കളയിലെ 4 ചുമരുകൾക്കുള്ളിൽ തളച്ചിടുന്ന വളരെ പ്രാകൃതമായ രീതി കാണാം. അങ്ങനെ അടുപ്പത്തെ പണി പഠിക്കാണ്ട് പറ്റൂല ഫിസേ എന്ന് പറയുന്നതിലൂടെ സ്ത്രീ ജീവിതത്തെ തളച്ചിടുന്ന ആ ഒരു പ്രാകൃതമായ ഒരു ജോലി അല്ലെങ്കിൽ പ്രാകൃതമായ സ്വഭാവം ഈ ഉമ്മയുടെ വർത്തമാനത്തിൽ നമുക്ക് പ്രകടമാണെന്ന് കാണാനായി സാധിക്കും. അടുത്ത ചോദ്യം ഇതാണ്. അന്നൊരു നാൾ അമ്പിളി മാമൻ വമ്പനായി വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്നു നിന്നു അല്ലേ. അന്നൊരു നാൾ അമ്പിളി മാവൻ വമ്പനായി വന്നു എന്നൊരു പാട്ടില്ലേ. കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു നിന്നു എന്ന് തുടങ്ങുന്നില്ലേ. ഇപ്പം എന്താണ് ചോദ്യം? നായികയുടെ സൗന്ദര്യം ഈ വരികളിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെ? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതുക മക്കളെ. നിരീക്ഷണങ്ങൾ എഴുതാൻ ചോദ്യം വരും. നിരീക്ഷണക്കുറിപ്പ് അല്ലേ. നിരീക്ഷണം. എന്താണ് നിരീക്ഷണം എന്ന് പറയുന്നത്? അന്നൊരു നാൾ അമ്പിളി മാമൻ, ചോദ്യം കൃത്യമായി വായിച്ചു നോക്കുക. അന്നൊരു നാൾ അമ്പിളി മാമൻ വമ്പനായി വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്നു നിന്നു. നായികയുടെ സൗന്ദര്യം എങ്ങനെയാണ് കവി ആവിഷ്കരിക്കുന്നത് അല്ലേ. ലോകത്തിൽ വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ള വസ്തുക്കളിൽ ഒന്നാണ് അമ്പിളിമാമൻ ചന്ദ്രൻ. പൂർണ്ണചന്ദ്രനെ കാണാൻ എന്തു മനോഹാരിതയാണല്ലേ. ഇപ്പോൾ താൻ ഒത്തിരി സൗന്ദര്യമുള്ള ആളാണെന്ന് അഹങ്കാരത്തോടു കൂടി നിന്ന അമ്പിളിമാമൻ പോലും തൻ്റെ നായികയെ കണ്ട്, തൻ്റെ കാമുകയെ കണ്ട് കുന്തം വിട്ട് പണ്ടാരടങ്ങി നിന്നു എന്നാണ് പറയുന്നത്. തൻ്റെ അല്ലെ അമ്പിളിമാമനേക്കാളും സൗന്ദര്യമുള്ളവളാണ് തൻ്റെ നായിക എന്ന് പറയാനാണ് നായകൻ അല്ലെങ്കിൽ കവി ഇത്തരത്തിലുള്ള പ്രയോഗം ഉപയോഗിക്കുന്നത്. നോക്കാം. ഈ വരികളിലൂടെ നായകൻ നായികയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നു അല്ലേ. നായകൻ നായികയുടെ സൗന്ദര്യത്തെയാണ് ഈ വരികളിലൂടെ വർണ്ണിക്കുന്നത്. അതായത് അമ്പിളിമാമൻ ലോകത്തിൽ വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ളതാണ്. എന്നാൽ അഹങ്കാരത്തോട് വന്ന അമ്പിളിമാമനെ പോലും ഞെട്ടിക്കുന്ന സൗന്ദര്യമുള്ളവളാണ് തൻ്റെ നായിക എന്ന് പ്രകടമാക്കുന്ന നായകൻ്റെ പ്രണയാർദ്രമായ വരികളാണിവ അല്ലേ. തൻ്റെ നായിക അത്രയും ഗ്ലാമറാണ്. ഇത് മൊഞ്ചവളെ കാണാറിയോ അങ്ങനെ പറയുകയാണ് നായകൻ അല്ലേ. അത്രയും മനോഹാരിതയാണ്, അത്രയും സുന്ദരിയാണ്, അത്രയും മനോഹരിയാണ് തൻ്റെ നായിക എന്ന് പറയാൻ വേണ്ടിയാണ്. അമ്പിളി മാമൻ പോലും വമ്പനായി വന്നപ്പോൾ, തൻ്റെ നായികയുടെ സൗന്ദര്യം കണ്ടപ്പോൾ അമ്പരന്നു നിന്നു. അമ്പിളി മാമനേക്കാൾ സൗന്ദര്യമുള്ളവളാണ് തൻ്റെ നായിക എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വരികളുടെ പ്രയോഗം സാധ്യമാകുന്നത്. അടുത്ത ചോദ്യം എന്താണ് മക്കളെ? പൂനിലാവ് വന്ന് പൂ വിതരണുണ്ട്, പൂക്കളിൽ പൂറാണിയായി പൂത്തു നിൽക്കുന്നോളെ അല്ലേ. വരികൾ വിശകലനം ചെയ്ത് അർത്ഥ സൂചനകൾ കണ്ടെത്തുക. വിശകലനം ചെയ്യാൻ ചോദ്യം വരാം മക്കളെ. ഇതേതാണ് അധിക ചോദ്യങ്ങളും നമുക്ക് ഒരു ഗൾഭിണി നിലാവിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ പൂനിലാവ് വന്ന് പൂ വിതരണുണ്ട്, പൂക്കളിൽ പൂറാണിയായി പൂത്തു നിൽക്കുന്നോളെ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പൂക്കളെക്കാളും മനോഹരിയായി അല്ലേ. പൂക്കളുടെ റാണിയാണ് ആരെ? തൻ്റെ നായിക എന്ന് പറയുന്നത്. പൂക്കളെക്കാളും മനോഹരിയായി സുന്ദരിയായി തൻ്റെ നായികയെ കവി സാദൃശ്യപ്പെടുത്തുന്നു. KT മുഹമ്മദ് രചിച്ച ഗൽബിലെ നിലാവ് എന്ന കാവ്യത്തിലെ വരികളാണിവ. ഈ വരികളിൽ അർത്ഥമാക്കുന്നത് നായകൻ നായികയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നതാണ് അല്ലേ. നായകൻ നായികയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നു. അതായത് പൂനിലാവ് പോലെ സുന്ദരിയായവളും പൂക്കളിൽ പൂറാണിയായി എന്നതിലൂടെ പൂക്കളെക്കാൾ മനോഹാരിയായി നിൽക്കുന്നവളുമാണ് തൻ്റെ നായിക എന്ന് നായകൻ വ്യക്തമാക്കുകയാണ് വരിയിലൂടെ അല്ലേ. പൂക്കളെക്കാൾ മനോഹാരിതയാണ്, പൂക്കളെക്കാൾ സൗന്ദര്യമുള്ളവളാണ്, പൂക്കളുടെ റാണിയാണ് തൻ്റെ നായിക, തൻ്റെ കാമുകി എന്ന് വ്യക്തമാക്കാൻ കൂടിയാണ് ഇത്തരത്തിലുള്ള വരികളുടെ പ്രയോഗവും നായകൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് വിട്ടുപോകരുത്. അടുത്ത മക്കളെ, ദൈവം തൊട്ട കൈവിരൽ അപൂർണമായൊരു ചിത്രത്തിൻ്റെ മഞ്ഞ പച്ച ചായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു. നിശബ്ദമായൊരു കരച്ചിലോടെ അവൾ കൈ കഴുകാൻ തുടങ്ങി. ചിത്രകാരി എന്ന് പറയുന്ന ഷാഹിനീക്കയുടെ കഥ അവസാനിക്കുന്ന ഭാഗമാണിത് അല്ലേ. ഭർത്താവിൻ്റെ പീഡന നിമിത്തം ഭർത്താവിൻ്റെ ഉമ്മയുടെ നിർബന്ധപ്രകാരം പച്ച മഞ്ഞ ചായങ്ങൾ പറ്റി അതിൻ്റെ കൈ കഴുകിക്കൊണ്ട് ചിത്രം വരയ്ക്കാനുള്ള കഴിവിനെ അവസാനിക്കുന്നതായിട്ടാണ് ഈ വരികൾ നമ്മോട് പറയുന്നത്. കഥകൾ ജീവിതാനുഭവങ്ങളുടെ നേർക്കാഴ്ചകളാണ്. സന്ദർഭം വിശകലനം ചെയ്ത് പ്രസ്താവനയോട് പ്രതികരിക്കുക അല്ലേ. ഫിസ എന്ന് പറയുന്ന ചിത്രകാരി തൻ്റെ ചിത്രം വരയ്ക്കാനുള്ള കഴിവിനെ അവസാനിപ്പിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. കഥകൾ ജീവിതാനുഭവങ്ങളുടെ നേർക്കാഴ്ചകളാണ്. ഈ വരികൾ അർത്ഥപൂർണം ആവുകയാണ് ചിത്രകാരി എന്ന കഥയിലൂടെ. ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും നിർബന്ധപ്രകാരവും ചൂഷണത്തിലും തൻ്റെ കഴിവുകളെ, ആഗ്രഹങ്ങളെ, പ്രതീക്ഷകളെ, സ്വപ്നങ്ങളെ അവസാനിപ്പിക്കുന്ന ഒരു സാധാ സ്ത്രീയായി ഫിസ കഥാന്ത്യത്തിൽ എത്തി നിൽക്കുന്നു അല്ലേ. ഒരുപാട് പ്രതീക്ഷകളോടെ
സ്വപ്നങ്ങളോടെ ആഗ്രഹങ്ങളോടുകൂടി ജീവിതത്തെ കണ്ട ഒരു പെൺകുട്ടി ഫിസ. കല്യാണത്തിന് മുന്നേ ഒരുപാട് ചിത്രങ്ങൾ വരച്ച പെൺകുട്ടി ഫിസ. റൂമിൽ നിറയെ വർണ്ണപ്പകിട്ടായ ക്യാൻവാസിൽ വരച്ചു ചേർത്ത ചിത്രങ്ങളെ കണ്ടു സുന്ദരിയായി നിന്ന പെൺകുട്ടി ഫിസ. എന്നാൽ കല്യാണത്തിനു ശേഷം തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം അവസാനിപ്പിക്കുന്ന കഥാപാത്രമായി ഫിസ മാറുന്നു. ഇന്നത്തെ കാലത്തും ഒരുപാട് സ്ത്രീകളുണ്ട് ഫിസയെപ്പോലെ. തൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും നിർബന്ധപ്രകാരം മാലായി മടക്കിക്കൊണ്ട് എവിടെയെങ്കിലും പൂർത്തി ജീവിക്കുന്ന, ആഗ്രഹങ്ങളില്ലാതെ ജീവിക്കുന്ന സ്ത്രീകളുടെ കഥാപാത്രമായി പ്രതീകമായി ഇവിടെ ഫിസ വരുന്നു. ഇന്നും ഒരുപാട് വീടുകളിൽ ഇത്തരത്തിലുള്ള സ്ത്രീകളെ കാണാം. മക്കളെ, നിങ്ങളുടെ അമ്മമാരോടൊക്കെ ചോദിച്ചു നോക്കുക, അവരെ ഹാപ്പിയാണോ എന്ന്. ഒരുപാട് പേര് ഹാപ്പി ആയിരിക്കും, കാരണം അവരൊക്കെ സഹായിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാവും. പക്ഷെ ഒരുപാട് അമ്മമാർ, ഒരുപാട് സ്ത്രീകൾ ഹാപ്പി ആയിരിക്കില്ല. പഠിക്കാൻ ഒരുപാട് കഴിവുണ്ടായ സ്ത്രീകളൊക്കെ കല്യാണത്തിന് ശേഷം പഠിക്കാതെ ആയിട്ടുണ്ട്. ഒരുപാട് ജോലിയൊക്കെ വാങ്ങാൻ കഴിവുണ്ടായ സ്ത്രീകളൊക്കെ കല്യാണത്തിന് ശേഷം ജോലി വാങ്ങാതെ വീട്ടിൽ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയിട്ടുണ്ട്. നന്നായി ആഗ്രഹങ്ങളുള്ള സ്ത്രീകൾ ചിത്രം വരയ്ക്കാൻ, പാട്ടുപാടാൻ, നൃത്തം ചെയ്യാനൊക്കെ കഴിവുള്ള സ്ത്രീകൾ കല്യാണത്തിന് ശേഷം അതൊക്കെ ഒതുക്കി ജീവിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ സങ്കടങ്ങളുടെ, നിരാശകളുടെ പ്രതീകമായി ഇവിടെ ഫിസ മാറുന്നു. പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സ്വയം ഉള്ളിലേക്കൊതുക്കി ജീവിക്കുന്നവരുടെ പ്രതീകമായി ഇവിടെ ഫിസ കടന്നു വരുന്നു, അല്ലേ? ഇനി മറ്റൊരു ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓള് നന്നായി വരക്കും, പിന്നെ കുറച്ച് എഴുത്തും വായനയും. അവളുടെ ഉപ്പ പറഞ്ഞു. ഫ്ലാസ്ക് തുറന്ന് ചായ പകരവേ തുള്ളികൾ വീണ് അവളുടെ കയ്യിലെ മഞ്ഞച്ചായം ഇളകിക്കൊണ്ടിരുന്നു. സൂചനകളും കഥയിലെ മറ്റു സന്ദർഭങ്ങളും വിശകലനം ചെയ്ത് ഫിസ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. മക്കൾ, എന്താണ് ചോദ്യം? ഫിസ കഥാപാത്ര നിരൂപണം, അല്ലേ? മറ്റൊരു കഥാപാത്ര നിരൂപണമാണ് ഇത് ഫിസ പോലെ തന്നെ പ്രാധാന്യമുള്ള കഥാപാത്രമാണ് ഹാഫിസിൻ്റെ ഉമ്മയും ഹാഫിസും. അതൊക്കെ പഠിച്ചു പോകണം കേട്ടോ. ഫിസ ഒന്നും കൂടി പ്രാധാന്യമറിയിക്കുന്ന കഥാപാത്രമാണ്. ഒരിക്കൽ കൂടി പറയുകയാണ്, ഫിസ മാത്രം പഠിച്ചു പോകരുത്, ഹാഫിസിൻ്റെ കഥാപാത്രം പഠിച്ചു പോകണം, ഹാഫിസിൻ്റെ ഉമ്മ എന്ന കഥാപാത്രം പഠിച്ചു പോകണം. ഓക്കെ, ഇപ്പോൾ ഫിസ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? ഫിസ കഥാപാത്ര നിരൂപണം ഷാഹിന ഇക്കയുടെ. ഇപ്പോൾ കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ ആ ഒരു കഥാപാത്രത്തിൻ്റെ പേര് മുകളിൽ എഴുതണം, എഴുത്തുകാരുടെയും ആ പാഠഭാഗത്തിൻ്റെ പേര് എഴുതി തുടങ്ങി വേണം നിങ്ങൾ കഥാപാത്ര നിരൂപണം ആരംഭിക്കാൻ. പാരഗ്രാഫ് ആക്കണം കേട്ടോ. ചിലപ്പോൾ 7 മാർക്കിൻ്റെ ചോദ്യം പ്രതീക്ഷിക്കാം. ഷാഹിന ഇക്കയുടെ ചിത്രകാരി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഫിസ. ചിത്രരചനയിൽ അതീവ താല്പര്യമായ ഫിസ കല്യാണത്തിനു ശേഷം തൻ്റെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും കുഴിച്ചു മൂടുന്നു. വർത്തമാനകാലത്ത് വിവാഹാനന്തരം ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും നിർബന്ധപ്രകാരം ആഗ്രഹങ്ങളെയും കഴിവുകളെയും ഇല്ലാതാക്കി ജീവിക്കുന്ന സ്ത്രീകളെ ഫിസ പ്രതീകവൽക്കരിക്കുന്നു. അപ്പം എന്തൊക്കെയാണ്, അല്ലേ? ആഗ്രഹമുള്ള സ്ത്രീയാണ്, സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുള്ള സ്ത്രീയാണ്. ദൈവം തൊട്ട കൈവിരലുകൾ എന്ന് പറയുന്നത് പോലെ മനോഹരമായ ചിത്രം വരയ്ക്കാനുള്ള കഴിവുള്ള സ്ത്രീയാണ് ഫിസ, അല്ലേ? കല്യാണത്തിന് മുന്നേ ഒരുപാട് ആസ്വദിച്ച് ചിത്രം വരച്ച ഫിസ, അല്ലേ? റൂമിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങാൻ ആഗ്രഹിക്കുന്ന, ആരിലേക്കും ചെന്ന് എത്തി നോക്കാൻ ആഗ്രഹിക്കാത്ത, തൻ്റേതായ ഇടത്തു മാത്രം സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്ന സ്ത്രീയാണ് ഫിസ എന്ന് പറയാം. എന്നാൽ കല്യാണത്തിന് ശേഷം തൻ്റെ ആഗ്രഹങ്ങളെല്ലാം ബലി കൊടുക്കുന്ന, ഭർത്താവിൻ്റെ ഉമ്മയുടെ പീഡന നിമിത്തം പുരുഷാധികാരത്തിൽ മനം മടുത്ത് ജീവിക്കുന്ന കഥാപാത്രമായി ഫിസ കടന്നു വരുന്നു. താൻ നേരിടുന്ന ചൂഷണങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും എതിരെ ശബ്ദമുയർത്താൻ പോലും കഴിയാതെ വീട്ടിൽ ഒറ്റപ്പെടുന്ന കഥാപാത്രമായി ഫിസ മാറുന്നു. ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന കഥാപാത്രമായി ആര് മാറുന്നു? നമ്മുടെ ഫിസ മാറുന്നുണ്ട്. മഷിക്കൂട്ടുകളാണ് ഫിസയുടെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ഒരുപാട് മഷിക്കൂട്ടുകൾ ആർക്കുണ്ട്? ഫിസയ്ക്കുണ്ട്. ചിത്രം വരയ്ക്കാനുള്ള കഴിവാണ് ഇവിടെ പ്രകടമാകുന്നത്. തിരിച്ചൊന്നും ശബ്ദിക്കാൻ പോലും കഴിയാതെ പ്രതികരണശേഷിയില്ലാത്ത കഥാപാത്രമായി ഇവിടെ ഫിസ മാറുന്നു. എന്നാൽ കഥയുടെ അവസാനത്തിൽ ആ നിറങ്ങളെ കൂടി കഴുകിക്കളഞ്ഞ് തൻ്റെ ചിത്രം വരയ്ക്കാനുള്ള അതുല്യമായ കഴിവിനെ അവസാനിപ്പിക്കുകയാണ് ഫിസ. അവസാനം തൻ്റെ കഴിവുകളെ പോലും അവസാനിപ്പിക്കുകയാണ് ഫിസ എന്ന് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ മറ്റുള്ളവരുടെ നിരുത്സാഹപരമായ സമീപനത്താൽ, ആരുടെയൊക്കെയാണ് നിരുത്സാഹപരമായ സമീപനം? ഹാഫിസിൻ്റെ ഉമ്മ, ഭർത്താവിൻ്റെ ഉമ്മയുടെയും നിരുത്സാഹപരമായ, അവഗണനപരമായ, പരിഹാസപരമായ, വിമർശനപരമായ സമീപനത്താൽ മനം മടുത്ത് ചിത്രം വരയ്ക്കാനുള്ള കഴിവിനെ എന്നേക്കുമായി അവസാനിപ്പിക്കുന്ന കഥാപാത്രമായി ഫിസ ചിത്രകാരി എന്ന കഥാന്ത്യത്തിൽ വന്നെത്തി നിൽക്കുന്നു. മനം മടുത്ത ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളെയും കഴിവുകളെയും തന്നിലേക്ക് ഒതുക്കി വെച്ച് ജീവിക്കുന്ന സ്ത്രീകളെയെല്ലാം തന്നെ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രമായി ഫിസ മാറുന്നു, അല്ലേ? ആഗ്രഹങ്ങളെല്ലാം തന്നെ, തൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും മനസ്സിലേക്ക് ഒതുക്കി വയ്ക്കുന്ന, തൻ്റെ ആഗ്രഹങ്ങളെയെല്ലാം ആരോടും വെളിപ്പെടുത്താൻ സാധിക്കാതെ വീടിൻ്റെ ഉള്ളിൽ പ്രതികരണശേഷി പോലുമില്ലാതെ തനിച്ച് സങ്കടത്തിൽ ആഴ്ന്നു വീഴുന്ന എല്ലാ സാധാ സ്ത്രീകളുടെയും പ്രതീകമായി ചിത്രകാരി എന്ന് പറയുന്ന കഥയിൽ ഫിസ കടന്നു വരുന്നു. അപ്പോൾ മക്കളുടെ ചിത്രകാരിയിൽ ഹാഫിസിൻ്റെ കഥാപാത്ര നിരൂപണം, ഫിസയുടെ കഥാപാത്ര നിരൂപണം, ഉമ്മയുടെ കഥാപാത്ര നിരൂപണം ഏത് വേണമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഫിസ നമ്മൾ പഠിച്ചു. ഹാഫിസും ഇതുപോലെ തന്നെയല്ലേ? പുരുഷാധികാരമല്ല പറയുന്നത്, സ്നേഹമുണ്ടോ?
ഇല്ല. കരുണയുണ്ടോ? ഇല്ല. ഭാര്യ എപ്പോഴും കുറ്റം പറയുന്ന കഥാപാത്രമാണ്. ഭാര്യയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഭാര്യയെ എപ്പോഴും പരിഹസിക്കുന്നു, ഭാര്യയുടെ കൂടെ നിൽക്കുന്നില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ ഭാര്യയെ അപമാനിക്കുന്നു, ഭാര്യയുടെ വളർച്ചയിൽ കഴിവിൽ അപകർഷതാബോധമുള്ള കഥാപാത്രമായി മാറുന്നു. ഇതൊക്കെ ഹാഫിസിൻ്റെ കഥാപാത്ര നിരൂപണത്തിൽ എഴുതുക. ഉമ്മയെക്കുറിച്ചാണെങ്കിലോ അല്ലേ, പഴയകാല ചിന്താഗതിയുള്ള സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഭർത്താവിനെ നോക്കുക, ഭർത്താവിൻ്റെ വസ്ത്രം അലക്കുക, അടുക്കളയിലെ പണി മാത്രം നോക്കുമെന്ന് ചിന്തിക്കുന്ന സ്ത്രീ. ഫിസ തൻ്റെ മകൻ്റെ ഭാര്യയായ ഫിസയെ അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാത്ത സ്ത്രീ, അവരെ അംഗീകരിക്കാത്ത സ്ത്രീ, എപ്പോഴും സ്ത്രീകളെന്ന് പറഞ്ഞാൽ അടുക്കളയിൽ മാത്രം ഒതുങ്ങി ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന പ്രാകൃതമായ സാധാ ചിന്താഗതിയുള്ള സ്ത്രീയായി ഹാഫിസിൻ്റെ ഉമ്മയും മാറുന്നു. ഇത്തരത്തിൽ ഹാഫിസിൻ്റെ ഉമ്മ, പിന്നെ ആരാണ്? ഫിസ. ഈ 3 കഥാപാത്രങ്ങൾ ചിലപ്പോൾ നിരൂപണം ചോദിച്ച് എൻ്റെ മക്കൾ എഴുതണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായി എക്സാം എഴുതുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.